എടി നെക്സ്റ്റ് എൻ്റെ നമ്പറാണല്ലേ. എനിക്ക് സ്റ്റേജ് കാണുമ്പോഴേ പേടിയാവുന്നുണ്ട്. ഐ എം സോ നെർവസ്, ഐ ഫീൽ സ്കെയർഡ്. ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു കാണില്ലേ അല്ലേ? അധികവും നമുക്ക് ഒന്നേ സ്റ്റേജ് കയറുമ്പോൾ ഉള്ളൊരു പേടിയായിരിക്കും. സ്റ്റേജ് കയറുന്നതിന് മുന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അയ്യോ ഞാൻ നെർവസ് ആവുന്നുണ്ട്, എന്തോ ഒരു കാളിച്ചാന്നൊക്കെ പറയാറുണ്ട് നമ്മൾ അല്ലേ? അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ പറയാറുണ്ട്, എങ്ങനെ എന്തോ ഒരു അവസ്ഥയില്ല നമുക്ക് പറയാൻ പറ്റാത്ത. അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് പറയാം. ഇങ്ങനെ നമ്മളെപ്പോഴും പറയാം സോ നെർവസ് എന്നൊക്കെയാണ് അല്ലേ? ആ നെർവസിന് പകരം നമുക്കിത് ഇങ്ങനെയും പറയാം, ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക്ക്. ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ വയറ്റിൻ്റെ ഉള്ളിൽ ബട്ടർഫ്ലൈസ് ഉണ്ട് എന്നല്ല കേട്ടോ. ഈ പറയുന്ന കാളിച്ച ആ ഒരു പരിഭ്രമം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് സംഭവം കേട്ടോ. ഇങ്ങനെ നെഞ്ചെടുപ്പ് കൂടുക, ടെൻഷൻ കൂടുക, ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റാത്ത എന്തൊക്കെ ഒന്നും ഇങ്ങനെ സംഭവിക്കുമല്ലോ. അപ്പോൾ നമുക്കിത് പറയാം, ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക്ക്. ഞാൻ സ്റ്റേജ് കയറി സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് ഈ പറയുന്ന ആ ഒരു നെഞ്ചെടുപ്പ്, ആ ഒരു പരിഭ്രമം തോന്നാറുണ്ട്. എങ്ങനെ പറയാ? Whenever I speak on stage, I get butterflies in my stomach. Whenever I speak on stage, I get butterflies in my stomach. അതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് ഇഷ്ടമുള്ള ഒരാളോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പറയുന്ന ഒരു സന്തോഷം ഉണ്ടാവും, എന്നിരുന്നാലും എന്തോ ഒരു നമുക്ക് പറയാൻ പറ്റാത്ത ആ ഒരു ഫീല് അല്ലെ, ആ ഒരു പരിഭ്രമം അതൊക്കെ വരാറുണ്ട്. അപ്പോഴും നമുക്കിത് പറയാം. അവനോട് സംസാരിക്കുമ്പോൾ അല്ല അയാളോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു പരവേശം തോന്നാറുണ്ട്, ആകെ ഒരു നെഞ്ചെടുപ്പ് തോന്നാറുണ്ട്. എങ്ങനെയാ പറയാ? ടോക്കിംഗ് ടു ഹിം ഗിവ്സ് മീ ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക്ക്. ടോക്കിംഗ് ടു ഹിം ഗിവ്സ് മീ ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക്ക്. ഇനി ഇത് ഉപയോഗിച്ച് നിങ്ങളൊരു സെൻറ്റൻസ് പറഞ്ഞേ.